ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്കൂളിൽ വരുൺ സർ ആണ്. സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിന്റെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെ. സ്ഫെറിക്കൽ മിറേഴ്സിൽ കോൺവെക്സ് മിറർ ഉണ്ട്, കോൺകേവ് മിറേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ഈസി ആയി ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്, അതായത് നമ്മുടെ മിറർ ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ സ്ഫെറിക്കൽ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ സ്ഫെറിക്കൽ മിറർ നമ്മളെ മാത്സിന്റെ കേസിൽ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ആണ്. അപ്പോൾ ഈ മിററിന്റെ പോൾ എന്ന് പറയുന്ന ഭാഗം, ഈ പോള് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ പോലെയാണ് കേട്ടോ. അപ്പൊ ഈ ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഏത് ഡിസ്റ്റൻസ് എടുത്താലും എങ്ങനെയാ നമ്മൾ എടുക്കുക, 1 2 3 4 അല്ലെ, പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആ ഒരു ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്നതെങ്കിൽ എങ്ങനെയാ വരിക, -1 -2 -3 അല്ലെ. അതേപോലെ തന്നെ ഇവിടെ പോളിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇനി നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടാവാം ചിലപ്പോൾ പ്രോബ്ലത്തിൽ. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ഒബ്ജക്റ്റ് താഴെ തല കുത്തിയിട്ട് നിൽക്കൂലല്ലോ, ഇല്ല. എപ്പോഴും എങ്ങനെയായിരിക്കും, യെസ്, ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, മുകളിലോട്ടായിരിക്കും. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവായി എടുക്കണം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇമേജ് ചില കേസസിൽ ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടുന്നുണ്ട് കോൺകേവ് മിറേഴ്സിന്റെ. അപ്പോൾ ആ ഒരു കേസിൽ ആ ഇമേജിന്റെ സൈസ് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. കേട്ടല്ലോ, ക്ലിയർ അല്ലേ? അതായത് ഈ മിററിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലേക്കാണെങ്കിലോ നെഗറ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടാണെങ്കിലോ പോസിറ്റീവ് ആണ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ നമ്മൾ റേ ഡയഗ്രാംസിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ എവിടെയാ ഒബ്ജക്റ്റ് വെക്കുക, എപ്പോഴും ലെഫ്റ്റ് സൈഡാണ് വെക്കുക. യെസ്, മിററിന്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുക. നമ്മൾ എപ്പോഴും അതായത് ആ ഒരു ലൈറ്റിന്റെ റേ പാസ് ചെയ്യുന്നത് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇതുപോലെയല്ലേ, അങ്ങനെയാണല്ലോ കൺസിഡർ ചെയ്തത് ആണ്. സോ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റിലാണ് വെക്കുക, ഒബ്ജക്റ്റ് ലെഫ്റ്റിൽ വെക്കുന്നു. ഓക്കെ, ഇനി ഇമേജ് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിൽ കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് കോൺകേവ് മിററിന്റെ ഒരു കേസിൽ റൈറ്റിലും കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അതേപോലെ നമ്മുടെ ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും, ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അതേപോലെ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ, ഇതറിയാലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ഈ കോൺകേവ് മിററിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾ റേ ഡയഗ്രാംസിൽ പഠിച്ചു എവിടെയൊക്കെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. യെസ്, ഒന്നുകിൽ ഇൻഫിനിറ്റിയിൽ, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ അപ്പുറം, അല്ലെങ്കിലോ സെന്റർ ഓഫ് കർവേച്ചറിൽ അല്ലെ, സെന്റർ ഓഫ് കർവേച്ചറിലും നമ്മൾ വെക്കും. പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ അഥവാ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസിന്റെയും നടുക്ക് അല്ലെ, ഫോക്കസിന്റെയും ഇടയിൽ. പിന്നെ നമ്മൾ ഫോക്കസിലും വെക്കും ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ ഫോക്കസും അതേപോലെ പോളിന്റെയും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കും. ഈ കേസസ് ആണ് നമ്മൾ റേ ഡയഗ്രാംസിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ സപ്പോസ് ഞാനിതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് എടുക്കുകയാണേ. യെസ്, ഇവിടെ ഞാനിതാ ഈ റെഡ് മാർക്ക് കണ്ടോ, ഇത് ഒബ്ജക്റ്റ് ആണ് കേട്ടോ, ഇത് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതാ ഞാനിവിടെ O എന്ന് വെച്ച് മാർക്ക് ചെയ്യുന്നു ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിനെ നമ്മളെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. യെസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ U വെച്ചിട്ടാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ U വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മുടെ പോൾ ആണല്ലോ ഒറിജിൻ ആണ്. അപ്പൊ ഈ പോളിൽ നിന്ന് നമ്മളെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാ നമ്മൾ മെഷർ ചെയ്യുക? അപ്പോൾ നോക്കിയേ, പോളിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാ അല്ലേ. അപ്പൊ -1 -2 -3 -4 -5 -6
ഓക്കെ, അപ്പോൾ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഓർത്തു വെക്കുക. ക്ലിയർ? യെസ്. ഇനി അതേപോലെ തന്നെ നമ്മളെ ഫോക്കൽ ലെങ്ത് നോക്കിയാലോ. ഫോക്കൽ ലെങ്ത് നമുക്കറിയാലോ, എഫിൽ നിന്ന് നമ്മുടെ പോളിലേക്കുള്ള ദൂരം അല്ലെ, ഫോക്കസിൽ നിന്ന് നമ്മുടെ പോളിലേക്കുള്ള ദൂരമാണ് നമ്മുടെ സ്മോൾ ലെറ്റർ എഫ് അഥവാ ഫോക്കൽ ലെങ്ത് അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മിററിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ നമ്മൾ മെഷർ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? യെസ്, പോസിറ്റീവ്. സോറി, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇനി സപ്പോസ് ഇമേജ് നിങ്ങൾക്ക് ഈ പോളിൻ്റെ ലെഫ്റ്റിലാണ് കിട്ടുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു മിററിൻ്റെ ഫ്രണ്ടിലാണ് അല്ലെങ്കിൽ മിററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജിലേക്കുള്ള ദൂരം എന്തായിരിക്കും? ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി അഥവാ റൈറ്റിലാണെങ്കിലോ? യെസ്, നമ്മൾ ഫോക്കസും അതേപോലെ പോളിന്റെ ഇടയ്ക്ക് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? മിററിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പോളിൽ നിന്ന് ആ റൈറ്റിലേക്കുള്ള ദൂരം എന്തായി? പോസിറ്റീവായി. മനസ്സിലായോ? അപ്പൊ കോൺകേവ് മിററിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നമുക്ക് 5 റേ ഡയഗ്രാംസിൽ എന്ത് കിട്ടുന്നുണ്ട്? ഇമേജ് പറയുന്നത് ലെഫ്റ്റിലേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, പോളിന്റെ ലെഫ്റ്റ് സൈഡാണ് കിട്ടുന്നത്. പക്ഷെ ഒരു കേസിൽ നമുക്ക് റൈറ്റിൽ കിട്ടുന്നുണ്ട്. സോ ഇമേജ് ഡിസ്റ്റൻസ് പറയുന്നത് മോസ്റ്റ്ലി നെഗറ്റീവ് ആണ് കേട്ടോ, മോസ്റ്റ്ലി നെഗറ്റീവ് ആണ് കിട്ടുക. പക്ഷെ പോസിറ്റീവും നമുക്ക് കിട്ടാം. ആ ഒരു കേസിൽ മാത്രം നമുക്ക് ചിലപ്പോൾ പോസിറ്റീവ് കിട്ടാം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. യെസ്. ഇനി കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് പോളിലേക്കുള്ള ദൂരം, ഇതാണല്ലോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായാലും എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. കോൺവെക്സ് മിററിന്റെ കേസിൽ ഈ പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ കോൺവെക്സ് മിററിന്റെ കേസിൽ ആ ഒരു മിററിന്റെ റൈറ്റ് സൈഡിലാണ് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത് അല്ലെ. മിറർ ഇങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഫോക്കസ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ റൈറ്റിലേക്കുള്ള ദൂരം, പോളിൽ നിന്ന് റൈറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? എപ്പോഴും ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കോൺവെക്സ് മിററിന്റെ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങൾ റേ ഡയഗ്രാമിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ഇമേജ് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് അല്ലെ. സോറി, യു അല്ല വി അല്ലെ. ഇമേജ് പറയുന്നത് എന്താണ്? ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇമേജ് കിട്ടുക? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എവിടെയാണ് നിങ്ങൾക്ക് ഇമേജ് കിട്ടുക? ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇത് നമ്മുടെ ഫോക്കൽ ലെങ്ത് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇമേജ് നമുക്ക് എപ്പോഴും ഈ പിയും എഫിൻ്റെ ഇടയിലല്ലേ കിട്ടുന്നത്. നമ്മൾ റേ ഡയഗ്രാം വരച്ചപ്പോൾ ഇതുപോലെ ചെറുതായിട്ടല്ലേ കിട്ടുന്നത് ആണ്. അപ്പോൾ പോളിൽ നിന്ന് അവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നതാണ് നമ്മളെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴും പോളിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസും എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും കേട്ടോ, പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ മിറർ ഫോർമുല പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1/f = 1/u + 1/v. 1/f = 1/u + 1/v. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ റെസിപ്രോക്കലും ഇമേജ് ഡിസ്റ്റൻസിന്റെ റെസിപ്രോക്കലും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 1/f കിട്ടും കേട്ടോ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ എഫ് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. സ്മോൾ ലെറ്റർ വി എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലായെങ്കിൽ ഇനി ഈസി ആയിട്ട് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം നോക്കിയാലോ. ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം 2 or 3 പ്രാവശ്യം വായിച്ചു നോക്കുക. എന്താ അതിൽ പറയുന്നത്, എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താ കണ്ടുപിടിക്കേണ്ടത്, അത് മനസ്സിലാക്കുക ആദ്യം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എൻ ഇമേജ്
when the object is placed at a distance of 20 centimeter. ഒബ്ജക്റ്റ് എവിടെ വെച്ച് 20 സെന്റിമീറ്ററിലാണ്. 20 സെന്റിമീറ്റർ എവിടെ നിന്നായിരിക്കും? പോളിൽ നിന്നായിരിക്കും. ഓക്കെ, ഫ്രം എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. അതായത് കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? 10 സെന്റിമീറ്റർ ആണല്ലോ. ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കി, ഇതാ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ദൂരമാണല്ലോ അല്ലെ, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ദൂരമാണല്ലോ. ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതാ എഴുതാൻ പോവാണേ, ഗിവൺ എഴുതാൻ പോവാണേ. ഫസ്റ്റ് നിങ്ങൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം വായിക്കുക, നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ഗിവൺ വാല്യൂസ് എഴുതാം, എന്തൊക്കെയാ തന്നിട്ടുള്ളത് എന്ന് എഴുതാം. ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? യു തന്നിട്ടുണ്ടോ? സ്മോൾ ലെറ്റർ യു തന്നിട്ടുണ്ടോ? പ്രോബ്ലത്തില് തന്നിട്ടുണ്ട്. എത്രയാ? 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് നമ്മളെപ്പോഴും എവിടെയാ വെക്കുക? നമ്മൾ ലെഫ്റ്റ് സൈഡിലല്ലേ വെക്കുക അല്ലെ? മിററിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ വെക്കുക, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ അല്ലേ വെക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്കാകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് 20 സെന്റിമീറ്റർ മൈനസ് 20 സെന്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, പിന്നെ തന്നെ എന്താ? യെസ്, നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു, കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഏത് ദിശയിലോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക? ലെഫ്റ്റിൽ തന്നെയാണ്. അപ്പൊ എഫ് എന്താ? -10 സെന്റിമീറ്റർ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എൻ ഇമേജ്? പൊസിഷൻ ഓഫ് എൻ ഇമേജ് എന്ന് വെച്ചാൽ എന്താ? ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമേജ് എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ സ്മോൾ ലെറ്റർ വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ ലെറ്റർ വി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കണം. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മിറർ ഫോർമുല അറിയാലോ. മിറർ ഫോർമുല നമുക്കറിയാം. എന്താണ് മിറർ ഫോർമുല? ആ മിറർ ഫോർമുല ഇവിടെ എഴുതാം. യെസ്, 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഓക്കെ, ഇത് എഴുതിയല്ലോ. ഇനി ആ വാല്യൂസ് ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, വാല്യൂസ് എന്തായിരുന്നു? യു എന്ന് പറഞ്ഞത് -20 ആയിരുന്നു. എഫ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എഫ് എന്ന് പറഞ്ഞത് -10 ആയിരുന്നു. സോ 1/-10 ഇസ് ഈക്വൽ ടു 1/-20 പ്ലസ് 1/v. വി നമുക്കറിയാമോ? ഇല്ല, വി അറിയില്ല. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം കേട്ടോ. ഇനി സോൾവ് ചെയ്യാം എന്ന് വെച്ചാൽ നോക്കിയേ, ഈ -20, 1/-20 നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാമല്ലോ. അതായത് ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1/v എന്ന് മാത്രം നമ്മൾ ആ ഒരു വാല്യൂ മാത്രം അവിടെ വെക്കുകയാണ് ഒരു സൈഡിൽ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/v ഇസ് ഈക്വൽ ടു, നോക്കിയേ, ഇത് ലെഫ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, അത് ലെഫ്റ്റിലേക്ക് പോയി എന്ന് വെച്ചാൽ എന്താ? 1/-10 അവിടെ തന്നെ ഉണ്ട്. 1/-20, 1/-20 ഉള്ളത് എന്താവും? യെസ്, +1/20 ആവും, അല്ലെങ്കിൽ 1/+20 ആവും. ഓക്കെ, മനസ്സിലായോ? അതായത് മൈനസ് ഉള്ളത് എന്താവും? മൈനസ് ഉള്ളത് പോസിറ്റീവ് ആവും മറ്റേ സൈഡിൽ പോകുമ്പോൾ കേട്ടോ. യെസ്, ഇനി എന്ത് ചെയ്താൽ മതി? ഇനി എൽസിയം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദാ ഈ മൈനസും സാറേ, ഈ മൈനസും പ്ലസും ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നാണെങ്കിൽ വളരെ സിമ്പിളാണെന്നൊന്നുമില്ല. ദ 1/-20 അല്ലെങ്കിൽ 1/-10 എന്ന് വെച്ചാൽ ആ മൈനസ് മുകളിലേക്ക് കൊണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല. അതായത് ഇതിനെ എനിക്ക് -1/10 എന്ന് എഴുതാം കേട്ടോ. പ്ലസ് 1/20 കേട്ടോ. അല്ലെങ്കിൽ ഇതാ എനിക്ക് ഇതുപോലെ എഴുതാം, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എഴുതാം. നോക്കിയേ, 1/20 -1/10. ഇനി ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയില്ലേ? ഇത് സോൾവ് ചെയ്യാൻ അറിയില്ലേ? അത്രേ ഉള്ളൂ, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടു കേട്ടോ. അപ്പൊ 20 ഉം 10 ഉം എൽസിയം എന്താണ്? 20 ഉം 10 ഉം എൽസിയം നോക്കുക. എൽസിയം എത്രയാ? 2 × 10, 2 × 5 അല്ലെ, 5 × 2 1 2 1 അല്ലെ, 2 × 5 10, 10 × 2 20 ആണല്ലോ എൽസിയം. എൽസിയം കണ്ടുപിടിക്കാൻ അറിയില്ലേ? അല്ല, നമുക്ക് എൽസിയം അറിയാലോ. എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ വരുന്ന ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2 × 5 × 2 എത്രയാ? 20. യെസ്, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? ഡിനോമിനേറ്ററിൽ 20 വന്നു. യെസ്, ഇനി മുകളിൽ നോക്കിയേ, ഇതാ 20ൽ എത്രയാ 20 പോവാ? 1 അല്ലേ. അപ്പോൾ മുകളിൽ എന്ത് വരിക? 1 - 10ൽ എത്രയാ 20 പോവാ? 2. 1 - 2 അല്ലേ. 1/v ഇസ് ഈക്വൽ ടു 1 - 2/20. അഥവാ 1/v ഇസ് ഈക്വൽ ടു -1/20. അഥവാ v എന്ന് പറയുന്നത് എന്താണ്? v എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ v എന്ന് പറയുന്നത്
-20 സെന്റിമീറ്റർ. യൂണിറ്റ് എഴുതിയിരിക്കണം, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോവും. -20 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാ, ഇതാ നോക്കിയേ, ഒബ്ജക്ട് ഡിസ്റ്റൻസും -20 തന്നെയാണ്, നമുക്ക് കിട്ടിയ ഇമേജ് ഡിസ്റ്റൻസും -20 തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മളെ ഒബ്ജക്റ്റ് എവിടെയാ വെച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ കോൺകേവ് മിററിന്റെ കേസിൽ ഏത് റേ ഡയഗ്രാംസിന്റെ കേസിലാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആവുന്നത്? നമുക്ക് ഒബ്ജക്റ്റ് എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ തന്നെ ഇമേജ് കിട്ടുന്നത് ഏത് കേസിലാണ്? യെസ്, സെന്റർ ഓഫ് കർവേച്ചറിന്റെ കേസിലാണല്ലോ. സെന്റർ ഓഫ് കർവേച്ചറിന്റെ കേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജും അതേപോലെ ഒബ്ജക്റ്റ് ഒരേ പോയിന്റിൽ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോൺവെക്സ് മിററിന്റെ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, എ കോൺവെക്സ് മിറർ യൂസ്ഡ് ഫോർ റിയർ വ്യൂ ഓൺ ആൻ ഓട്ടോമൊബൈൽ ഹാസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്റർ. എന്തൊക്കെ തന്നിട്ടുള്ളത്? ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഓൾറെഡി അറിയാം. പോളിൽ നിന്ന് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഡിയസ് ഓഫ് കർവേച്ചർ. ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക അല്ലെ. സോ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു 3 മീറ്റേഴ്സ്. ആണോ അല്ലയോ? 3 മീറ്റേഴ്സ് ആണല്ലോ, ആണ്. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയേ. പോളിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് മെഷർ ചെയ്തത്. പോളിൽ നിന്ന് റൈറ്റിലേക്ക്, നമ്മുടെ ഒറിജിൻ സീറോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് നോക്കുമ്പോൾ എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ്, അപ്പോൾ +3 മീറ്റർ. ഓക്കെ, ഇഫ് എ ബസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് 5 മീറ്റർ ഫ്രം ദിസ് മിറർ. ഒരു ബസ് ഈ ഒരു മിററിൽ നിന്ന് 5 മീറ്റർ ദൂരത്തിലാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? യെസ്, പോളിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അല്ലെങ്കിൽ സ്മോൾ യു എന്ന് പറയുന്നത് എത്രയാ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്നാണ്? പോളിൽ നിന്ന് ലെഫ്റ്റിലാണ് അല്ലെ. പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അപ്പൊ യു എന്ന് പറഞ്ഞ എന്താ? യു എസ് -5 മീറ്റർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫൈൻഡ് ദ പൊസിഷൻ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ്. സൈസ് ഇപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം നമ്മൾ മാഗ്നിഫിക്കേഷൻ പാർട്ട് നമ്മൾ നോക്കിയിട്ടില്ല അല്ലെ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്മോൾ ലെറ്റർ വി നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ നേച്ചർ എന്താണ്? ആ ഒരു ഇമേജിന്റെ നേച്ചർ എന്താണ്? റിയൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. യെസ്, അപ്പോൾ ഇത്രയും മീൻസ് ഗിവൺ വാല്യൂസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി മിറർ ഫോർമുല എഴുതാം. മിറർ ഫോർമുല എന്താണ്? 1/സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു 1/സ്മോൾ ലെറ്റർ യു പ്ലസ് 1/സ്മോൾ ലെറ്റർ വി. 1/ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/ഒബ്ജക്ട് ഡിസ്റ്റൻസ് പ്ലസ് 1/ഇമേജ് ഡിസ്റ്റൻസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്റർ ആണ് അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്റർ ആണ് തന്നതെങ്കിൽ നിങ്ങൾ പറ, ഈ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? സ്മോൾ ലെറ്റർ എഫ് എത്രയായിരിക്കും? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഈ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും നമ്മുടെ ഫോക്കൽ ലെങ്ത് അല്ലെ. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് 3/2, അതായത് 1.5 എന്ന് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ 3/2 ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല കേട്ടോ. ക്ലിയർ? ഇനി ജസ്റ്റ് ഇവിടെ നോക്കിയേ. 1/f എന്ന് പറയുമ്പോൾ എഫ് എത്രയാ? എഫ് പറയുന്നത് 3/2 ആണ് അല്ലെ. 3/2 ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, 1/f എന്ന് പറയുന്നത് എത്രയാ? 1/ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. ഫോക്കൽ ലെങ്ത് എത്രയാ? ഫോക്കൽ ലെങ്ത് 3/2 ആണ്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എഴുതാൻ പോവാണേ, 1/3/2 എന്ന് എഴുതാണേ. സാറേ ഇതൊന്നും വേണ്ട സാറേ, വളരെ ഡിഫിക്കൽട്ടാണ് സാറേ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് വളരെ ഈസിയാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാ സ്മോൾ ലെറ്റർ യു എത്രയാ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാ? -5 ആണ്. -5 എന്ന് പറയുമ്പോൾ 1/-5 എന്ന് വരും. യെസ്. ഇനി ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. സ്മോൾ ലെറ്റർ വി നമുക്ക് അറിയില്ല. അപ്പോൾ ഈ 1/3/2 എന്ന് വെച്ചാൽ ഈ മീൻസ് 3/2ന്റെ റെസിപ്രോക്കൽ ആണ് അല്ലേ. അപ്പോൾ 3/2 ശരിക്ക് ഇവിടെ എന്താവും? അതായത് ആ 2 നേരെ മുകളിലോട്ട് വരും. ഓക്കെ, അതായത് ഇത് നേരെ 2/3 ആവും. അയ്യോ സാർ അതെങ്ങനെ ആയത് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. 1/3/2
ഓക്കെ 1/3/2. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ 3/2 എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. അതായത് ഈ ശരിക്കുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കുള്ള ഫ്രാക്ഷൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ മുകളിലാണെങ്കിൽ 1 മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 1/1 എന്നാ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുക? 1/1 ഇൻറ്റു 2 മുകളിലേക്ക് വരൂലേ? 2/3 ആവൂലേ? അപ്പോൾ ഇതെന്തായി? 2/3. അങ്ങനെയാണ് ഞാനിത് ഇതുപോലെ എഴുതിയത് കേട്ടോ. അപ്പോൾ 2/3 ഈസ് ഈക്വൽ ടു 1/-5 പ്ലസ് 1/v. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? യെസ്, ഈ 1/v-നെ ഒരു സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? മറ്റേ ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, 1/v ഈസ് ഈക്വൽ ടു ബാക്കി എന്തൊക്കെ അപ്പുറത്തെ സൈഡിലുള്ളത്? 2/3 ഉണ്ട് ആണല്ലോ, 2/3. പിന്നെ 1/-5 എന്താണത്? ആ മൈനസ് മുകളിലേക്ക് പോവാം, അതായത് -1/5 ആവും. അതിനി അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോഴോ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ എടുക്കുമ്പോഴോ അത് പോസിറ്റീവ് ആവും, +1/5 ആവും, +1/5 ആവും. ഓക്കെ, എൽസിയം എത്രയാ? എൽസിയം എത്രയാ? 3ഉം 5ഉം ആണ് അല്ലേ? എൽസിയം എത്രയാണ് അപ്പോൾ? 3,5 എത്രയാണ്? പറ. 3 1 5 അവിടെ തന്നെ ഉണ്ട്, 5 1 അല്ലേ? അപ്പോൾ എൽസിയം എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. എത്ര? 15 ആണ് എൽസിയം. സോ 15 അവിടെ ഞാൻ താഴെ എൽസിയം ഇതാ ഇതുപോലെ എഴുതി, ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി 15ൽ എത്രയാ 3 പോവാ? യെസ്, 5 ടൈംസ് അല്ലേ? അപ്പോൾ 5 × 2 ചെയ്യുക, എത്രയാ വരിക? 10 പ്ലസ് 15ൽ എത്ര? 5 പോവാ? 15ൽ 5 3 ടൈംസ് അല്ലേ? അപ്പോൾ 10 + 3/15 എന്ന് കിട്ടും ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v. അല്ലെങ്കിൽ 1/v എന്ന് പറയുന്നത് എന്താണ്? 13/15. 10 അല്ല, മാറിപ്പോയി. 13/15 ആണ് അല്ലേ? 13/15 ആണ്. വെയിറ്റ് ഒറ്റ സെക്കൻഡ്. യെസ്, ഇതെന്താണ്? ഇത് 10 അല്ല, ഇത് 10 അല്ല. എന്താണ്? 1/v ഈസ് ഈക്വൽ ടു 13/15. 13/15 ആണ് കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് v എന്താണ്? യെസ്, v എന്ന് പറയുന്നത് 13/15 നേരെ തലതിരിച്ച് എഴുതുക. എന്താ കിട്ടുക? 15/13 എന്ന് കിട്ടും. 15/13 എന്ന് വെച്ചാൽ എത്രയാ? 1 എത്ര കിട്ടും? 120. ഓക്കെ, 1.1 മീറ്റർ എന്ന് കിട്ടും. 1.1 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. 1.1 മീറ്റർ. ജസ്റ്റ് ഇവിടെ നോക്കിയേ, ഈ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടിയത് അല്ലേ? ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിയേ, നമ്മുടെ ഇമേജ് ഏത് ഭാഗത്താണ്? ഇമേജ് നമുക്ക് കിട്ടിയത് ഇതാ ഇവിടെ റൈറ്റ് സൈഡിലാണ് കിട്ടിയത് അല്ലേ? റൈറ്റ് സൈഡിലാണല്ലോ കിട്ടിയത്. പോളിൽ നിന്ന് റൈറ്റ് സൈഡിലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആൻസർ, അതായത് നമ്മൾ ഈ ഒരു ആൻസർ കറക്റ്റ് ആണല്ലോ അല്ലേ? പോസിറ്റീവ് തന്നെയല്ലേ കിട്ടിയേ? യെസ്. അപ്പോൾ അങ്ങനെ നമുക്ക് വെരിഫൈയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട മനസ്സിലായില്ലേ? എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഒന്ന് ടൈപ്പ് ചെയ്തിടുക, ഞാൻ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അതേപോലെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.